ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് ASM, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം. അത് ഓഗസ്റ്റിലേക്ക് ഉണ്ടാവും. ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമാണ്. ആരെങ്കിലും കൺഫർമേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് 11/6/2025, അതായത് ജൂൺ 11 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ്. കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ കൊടുക്കുക. അത് മാറ്റി വെക്കരുത്, കാരണം കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സിലബസ് പ്രകാരം. ഇത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ള സമയം ഇനിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്മാർട്ട് വർക്ക് ചെയ്തു പോകണം. അപ്പോൾ മിക്കവർക്കും താല്പര്യമില്ലാത്തൊരു ഏരിയയാണ് ചരിത്രമൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ചരിത്രം നമ്മൾ എങ്ങനെ പഠിക്കണം, ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യണം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിലബസ് പ്രകാരം ആദ്യം തൊട്ടിരുന്ന് പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഏത് ഏരിയ പഠിക്കണം എന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് മുൻ വർഷങ്ങളിൽ നടന്ന, അല്ലെങ്കിൽ ഇത് സെയിം LDCയുടെയും VFAയുടെയൊക്കെ ക്വസ്റ്റ്യൻ, അതായത് സിലബസ് തന്നെയാണ്. അപ്പോൾ മുൻ എക്സാം, അതായത് സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാമിൻ്റെ സിലബസും സെയിം ആയിരുന്നു. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല രീതിയിലൊന്ന് വിശകലനം ചെയ്ത് അത് ഏത് ഏരിയയിൽ നിന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഇനിയുള്ള പഠനം ആ രീതിയിൽ കൊണ്ടുപോയാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഇത് SCERTയിൽ, അതായത് 10th SCERT ടെക്സ്റ്റ് ബുക്കിൽ, സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഒരു ബോക്സിൽ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു. എന്താണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു എന്നത് വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, SCERTയിലെ ഇതുപോലത്തെ പ്രധാനപ്പെട്ട ബോക്സുകൾ, ടേബിളുകൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്കിതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അതായത് വർഷം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് അറിവുണ്ടായിരിക്കണം എന്ത്, കുളച്ചൽ യുദ്ധം നടന്നത് 1741, അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപം എന്നാണ് 1721, കുണ്ടറ വിളംബരം നടന്നത് 1809 എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ ഏരിയ പ്രധാനമായിട്ടും എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ഭാഗത്ത് നിന്നാണ് അല്ലേ? യൂറോപ്യന്മാരുടെ ആഗമനം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഏരിയയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് കുളച്ചൽ യുദ്ധം, ഇതുപോലത്തെ യുദ്ധങ്ങൾ, സന്ധികൾ, ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വർഷം, പ്രദേശം, ആളുകൾ, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് തന്നെ പോവുക. ഇതുപോലത്തെ കാലഗണനാക്രമത്തിൽ തന്നെ നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ ഇതുപോലത്തെ ടേബിളുകളും ഇയറുകളും ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. അപ്പോൾ സ്മാർട്ടായിട്ട് തന്നെ, അതായത് ഇതുപോലത്തെ പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകൾ, ചരിത്രത്തിൽ ഉണ്ടായേക്കുന്ന സംഭവ വികാസങ്ങൾ ഏത് വർഷമാണ് എന്നത്, ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു, ആ ചാപ്റ്റർ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ നമ്മൾ അതിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എഴുതി രേഖപ്പെടുത്തി വയ്ക്കുക. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, ഡെയിലി വായിച്ച് റിവൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മറ്റൊന്നാണ് ചേരുംപടി ചേർക്കുക. 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, ഈ ടേബിളിൽ നമ്മൾക്കിത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനും 10th SCERT ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1-ാം ലോകമഹായുദ്ധം, ആ സമയത്ത് ഏതൊക്കെ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണമാണ്, ത്രികക്ഷി സഖ്യവും അതുപോലെ ത്രികക്ഷി സൗഹാർദ്ദവും ഏതാണ്, 1-ാം ലോകമഹായുദ്ധമാണ് എന്നത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 2-ാം ലോകമഹായുദ്ധം, അതിൽ അച്ചുതണ്ട് സഖ്യം, അതുപോലെ സഖ്യശക്തി കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്റർ വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ കരിങ്കുപ്പായക്കാർ, മുസോളിനിയുടേത്, അതും ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തവിട്ടുകുപ്പായക്കാർ, ഹിറ്റ്ലറുടെ തവിട്ടുകുപ്പായക്കാർ, ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈന്യം ഏതാണ്, ഗസ്റ്റപ്പോ ആണ്.
പക്ഷേ തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തിനും അതുപോലെ ഗസ്റ്റപ്പോ എന്നത് രഹസ്യ സംഘമാണ് എന്ന കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ വായിച്ചാൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ ഏരിയയിൽ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ജൂൺ 2 മുതൽ മിൻറ്റിൽ ASMൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. ഇതുപോലെ SCERT ഫാക്ട്സും അതുപോലെ മാക്സിമം PYQs ഒക്കെ ഉൾപ്പെടുത്തി തന്നെ ആയിരിക്കും കോഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ചേരുംപടി ചേർക്കുക 4ാമത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയവരും. ഇത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും എന്ന് പറഞ്ഞ് SCERT ചാപ്റ്ററിൽ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പേരും. അപ്പോൾ ഇതുപോലുള്ള ടേബിളുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം ഓർക്കുക. ഇതൊക്കെ കൃത്യമായി തന്നെ പഠിച്ചാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ പഠനം എപ്പോഴും എങ്ങനെയായിരിക്കണം, ചിട്ടയോട് കൂടിയതായിരിക്കണം. കാരണം 2 മാസമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് SCERT ഫാക്ട്സിനാണ്. കാരണം നമുക്ക് അതായത് 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ളെങ്കിൽ 5 ക്വസ്റ്റ്യൻസും എന്താണ് SCERT റിലേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ SCERT തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എക്കണോമിക്സ് ആയാലും പോളിറ്റി ആണെങ്കിലും ഒക്കെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. മാക്സിമം PYQs അറ്റൻഡ് ചെയ്യുക, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു വെക്കുക. അപ്പോൾ ഓർക്കുക, ജൂൺ 2 മുതൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒരു ക്രാഷ് കോഴ്സ് മിൻറ്റിൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ ലൈവ് സെഷൻസ്, ഇൻട്രാക്റ്റീവ് സെഷൻസ്, മന്ത്ലി വീക്ക്ലി ടെസ്റ്റ് സീരീസ്, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് തികച്ചും SCERT ഫാക്ട്സും അതുപോലെ മാക്സിമം PYQസും മോക്ക് ടെസ്റ്റും ഒക്കെ ഉൾപ്പെടുത്തി തന്നെയുള്ള ഒരു കോഴ്സാണ്. താല്പര്യമുള്ളവർ QR കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.